പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ CPM-ൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആശയസമരങ്ങളും ഒരുപാട് ധ്രുവീകരണങ്ങളും ഒരുപാട് ചർച്ചകളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ 80കളുടെ മധ്യത്തിൽ MV രാഘവൻ ഉണ്ടായിട്ടുള്ള ഭിന്നതയെ തുടർന്ന് MV രാഘവന് പുറത്തു പോകേണ്ടി വന്നു. KR ഗൗരിയമ്മ എന്ന് പറയുന്ന തലമുതിർന്ന നേതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. 80കളിൽ CIT-യും VS വിഭാഗവുമായിട്ട് വലിയ തർക്കങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ തർക്കങ്ങളെ തുടർന്നിട്ട് ഒരുപാട് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടായി. KN രവീന്ദ്രനാഥിനെതിരെ ഉണ്ടായി, MM ലോറൻസിനെതിരെ ഉണ്ടായി, O ഭരതനെതിരെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നടന്ന VS പിണറായി തർക്കത്തിൽ 2010-ൽ VS-ന് പോളിറ്റ് ബ്യൂറോ അംഗം നഷ്ടപ്പെട്ടു. പിന്നീട് VS-ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ നിലയിൽ ഒട്ടനവധി ആശയഭിന്നതകളും അധികാര തർക്കങ്ങളാൽ സമ്പന്നമാണ് CPM-ൻ്റെ കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം എന്ന് നമുക്കറിയാം. 2005-ൽ മലപ്പുറം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരാശയ ഭിന്നതയാണ് ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ എടുത്താൽ കേരളത്തിലെ പാർട്ടിയിൽ നമ്മൾ കണ്ട ഏറ്റവും കടുത്ത ആശയഭിന്നത എന്ന് നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, എന്നാൽ ആ ആശയഭിന്നതകളെക്കാൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ, ആ ആശയ സംഘടനകളെക്കാളൊക്കെ 10 മടങ്ങ് ശക്തമായിട്ടുള്ള ഒരു വിമത വിപ്ലവം, ഒരു പ്രവർത്തക കലാപം CPM-നകത്ത് ഇന്ന് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ ഇന്ന് ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിമത വിപ്ലവത്തിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആശയ ഭിന്നത, നേതൃത്വവും അണികളും തമ്മിലുള്ള ആശയ ഭിന്നത ഇതിനു മുമ്പ് ഈ പാർട്ടിയെ ഗ്രസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ചെറിയൊരു താരതമ്യം നടത്താൻ കഴിയുന്നു 2005-ൽ PS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയനെതിരെ നടന്ന ഒരു ആശയഭിന്നതയാണ്. എന്നാൽ ആ ആശയഭിന്നതയിൽ നിന്ന് ഈ ആശയഭിന്നതയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് ആശയഭിന്നതയുടെ ഒരു ഭാഗത്ത് VS അച്യുതാനന്ദൻ ശരിയുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ തെറ്റിൻ്റെ ഭാഗത്ത് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്തും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായി. എന്നാൽ ഇന്നത്തെ ആശയഭിന്നതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നേതാക്കന്മാരില്ലാത്ത ശരിക്കു വേണ്ടി ഉള്ള ലക്ഷക്കണക്കിന് അണികൾ ഒരു വശത്തും, അവർക്ക് നേതാക്കന്മാരില്ല, അവരുടെ നേതാക്കന്മാർ അവർ തന്നെയാണ്, താഴെത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് അണികൾ ഒരു വശത്തും, ജനവിരുദ്ധരും പാർട്ടി വിരുദ്ധരുമായിട്ടുള്ള കുറെ സംസ്ഥാന നേതാക്കൾ ഒരു വശത്തുമായിട്ടുള്ള ഒരു അത്യസാധാരണമായിട്ടുള്ള ഒരു ആശയ സംഘടനം, ഒരു ധ്രുവീകരണം ഈ പാർട്ടിയിൽ ഇങ്ങനെ തിളച്ചു മറിയുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ തിളച്ചുമറിയലിൽ ശരിയുടെ പക്ഷത്താണ് ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികൾ. അവരാണ് ഈ പാർട്ടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, സെൽഫ്ലെസ്സായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അണികൾ. അവർ ഒരു വശത്തും, അവരെ അടിച്ചമർത്തി എല്ലാ തെറ്റുകളും ചെയ്തിട്ടും തെറ്റുകളുടെ മൂർത്തിമത് ഭാവമായിട്ടും പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ അടയിരിക്കാൻ, അള്ളിപ്പിടിക്കാൻ, കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ഈ പറഞ്ഞതുപോലെ ആക്രാന്തമുള്ള, അധികാരത്തിൽ അർമാദിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരും തമ്മിലുള്ള ഒരു ആശയ ഭിന്നതയാണിപ്പോൾ ഈ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, അതിന് കാരണമായത് എന്താ? അതിന് കാരണമായത് 2026-ൽ നടന്ന, 2026 ഏപ്രിൽ 9-ാം തീയതി നടന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. സുഹൃത്തുക്കളെ, ആ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു. 2021-ൽ 99 സീറ്റുമായി അധികാരത്തിലേറിയ ഇടതുപക്ഷ മുന്നണി, അതിൽ 64 MLA-മാരുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് 29 MLA-മാരായിട്ട് ചുരുങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിൽ അധികാരത്തിൽ കയറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് തിരിഞ്ഞ് ഏതാണ്ട് 30-34 പേര് മാത്രമുള്ള ഒരു ചെറിയ മുന്നണിയായി ചുരുങ്ങി. UDF 102 സീറ്റ് എന്നുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് പോകുന്നത് നമ്മൾ ഈ 2026 തെരഞ്ഞെടുപ്പിൽ കണ്ടു.
സുഹൃത്തുക്കളെ, ആ തെരഞ്ഞെടുപ്പിൽ UDF ഇത്രയും വലിയൊരു വിജയമുണ്ടാവാനുള്ള കാരണം CPM അണികളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും രോഷവും എതിർപ്പുമായിരുന്നു എന്നാർക്കാണ് സുഹൃത്തുക്കളെ അറിയാൻ പാടില്ലാത്തത്? എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന എന്താ, ഒരു 75-80 സീറ്റ് കിട്ടും LDF എന്നല്ലേ ഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന മതസമൂഹം പൂർണ്ണമായും UDF പുറകിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു 75-80 സീറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ സംഭവിച്ചത്? 102 സീറ്റിലേക്ക് CPM പോയില്ലേ, അല്ല UDF പോയില്ലേ? ആ 102 സീറ്റിലേക്ക് UDF പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? CPM അണികളുടെ രോഷവും പ്രതിഷേധവും. നമ്മളിപ്പോൾ ഒന്ന് എടുത്തു നോക്കൂ, എത്രയോ ജില്ലകളിൽ CPM ഇന്ന് ഇല്ല. കാസർഗോഡ് ജില്ലയിൽ CPM ഇല്ല, വയനാട് ജില്ലയിൽ CPM ഇല്ല, മലപ്പുറം ജില്ലയിൽ CPM ഇല്ല, ഇടുക്കി ജില്ലയിൽ CPM ഇല്ല, എറണാകുളം ജില്ലയിൽ CPM ഇല്ല. അങ്ങനെ 14 ജില്ലകളിൽ 5 ജില്ലകളിൽ CPM അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോലും ഒരു സീറ്റും ഇല്ലാത്ത നിലയിലേക്ക് CPM മൂലയ്ക്ക് ഇരുന്ന് പോയിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ. കണ്ണൂരിലെ സ്ഥിതി നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. തൃക്കരിപ്പൂരിൽ UDF ജയിച്ചു, പയ്യന്നൂരിൽ UDF ജയിച്ചു, തളിപ്പറമ്പിൽ UDF ജയിച്ചു, മറ്റ് പല മണ്ഡലങ്ങളിലും ഇഴഞ്ഞ് ജയിച്ചു. കണ്ണൂരിന് പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ കാണാൻ കഴിയുന്നത്? CPM എവിടെയൊക്കെ സ്വാധീനം ഏതൊക്കെ മണ്ഡലങ്ങളിലുണ്ടോ അവിടെയൊക്കെ UDF ജയിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ കാണാൻ കഴിഞ്ഞത്. കോഴിക്കോട് പേരാമ്പ്രയിൽ 42 വർഷമായി LDF ജയിച്ചിരുന്ന മണ്ഡലത്തിൽ ഒരു നരിന്ത് പെൺകുട്ടി ഫാത്തിമ തെഹലിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ജയിച്ചു. മലപ്പുറത്ത് എല്ലാ സീറ്റിലും UDF ജയിക്കുമ്പോഴും LDF കുത്തകയായിരുന്ന ഇമ്പിച്ചിവാവ് മുതലുള്ള ആളുകൾ ജയിച്ചിരുന്ന പൊന്നാനി സീറ്റിൽ UDF ജയിച്ചു. ഉടുമ്പുചോലയിൽ 40,000 വോട്ടുകൾക്ക് മുകളിൽ LDF ജയിച്ചിരുന്ന മണ്ഡലത്തിൽ UDF വേണ്ടി സേനാപതി വേണു എന്ന് പറഞ്ഞ ഊർജ്ജസ്വലനായിട്ടുള്ള UDF നേതാവ് അയാൾ ജയിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് വാമനപുരത്ത് പതിറ്റാണ്ടുകളായി LDF ജയിച്ചിരുന്ന മണ്ഡലത്തിൽ സുധീർ ഷാ പാലോട് എന്ന് പറഞ്ഞൊരു യുവാവ് അവിടെ വൻ വിജയം കരസ്ഥമാക്കി. അപ്പോൾ CPM അണികൾ CPM ഈ നേതൃത്വത്തോട് കാണിച്ച ഒരു രോഷവും പ്രതിഷേധവുമാണ് UDF 102 സീറ്റുകൾ കിട്ടിയത് എന്നുള്ളതിന് എന്ത് തർക്കമാണ് സുഹൃത്തുക്കളെ ഉള്ളത്? അങ്ങനെ LDF നേതൃത്വത്തിനോടുള്ള കടുത്ത രോഷവും പ്രതിഷേധവും CPM അണികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചതിനെ തുടർന്നിട്ടല്ലേ UDF ഇത്രയും വലിയൊരു വിജയമുണ്ടായത്? അതിലാർക്കാണ് സംശയം? അതിനെ തുടർന്ന് പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ വിമർശനം ഉൾപ്പെടെയുള്ളത് ഉന്നയിച്ചുകൊണ്ട് പാർട്ടി കമ്മിറ്റികൾ കൂടിക്കൊള്ളാൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് താഴോട്ട് ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമല്ലേ ഈ നേതൃത്വത്തിനെതിരെ ഉണ്ടായത്? വിജയനെതിരെ ഇനി എന്തെങ്കിലും വിമർശനങ്ങൾ ഉയരാനുണ്ടോ? ഞാൻ ആ വിമർശനങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗോവിന്ദനെതിരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ, അയ്യപ്പ സംഗമം മുതൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുതൽ ശബരിമല കൊള്ളയിൽ A പത്മകുമാറിനെ പിന്തുണച്ചത് മുതൽ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം മുതൽ MV ഗോവിന്ദൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം മുതലൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഈ കമ്മിറ്റികളിൽ ഉയർന്നില്ല സുഹൃത്തുക്കളെ. ആ കമ്മിറ്റികളിലേക്ക് ഉയർന്നു വന്ന വികാരം എന്ന് പറയുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ളതായിരുന്നില്ലേ? എന്നാൽ അതിൻ്റെ ഇടയിൽ എന്താണ് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ചെയ്തത്? പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും ആ രോഷവും പ്രതിഷേധവും പരിഗണിക്കാതെ അയാളെ പ്രതിപക്ഷ നേതാവായി എടുക്കുകയല്ലേ ഈ പാർട്ടി ചെയ്തത്? ആലോചിച്ച് നോക്കുക. അണികളുടെ വികാരത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട്, പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് ജനങ്ങളും പാർട്ടി അണികളും ചവറ്റുകുട്ടയിലെറിഞ്ഞ പിണറായി വിജയൻ എന്ന് പറയുന്ന 80 കഴിഞ്ഞ വയോവൃദ്ധനും രോഗിയുമായിട്ടുള്ള നേതാവിനെ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി ഈ പാർട്ടി അണികളുടെ മുകളിൽ അടിച്ച് ഏൽപ്പിക്കുകയല്ലേ പാർട്ടി നേതൃത്വം ചെയ്തത്? അങ്ങനെ പാർട്ടിയിൽ നടന്ന അതിരൂക്ഷമായിട്ടുള്ള രോഷവും പ്രതിഷേധവും ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ആ റിപ്പോർട്ടിൽ പറയുന്നത് തെറ്റുപറ്റി ഞങ്ങൾക്കല്ല പാർട്ടിക്ക് എന്നാണ്. ആലോചിച്ച് നോക്ക്, തെറ്റുപറ്റി ഞങ്ങൾക്കല്ല പാർട്ടിക്ക്. അത് തന്നെ ഏറ്റവും വലിയ വൈരുദ്ധ്യമല്ലേ സുഹൃത്തുക്കളെ? പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവരല്ലേ പാർട്ടി. അത് സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെ സംസ്ഥാന കമ്മിറ്റിയെയും ബ്രാഞ്ച് കമ്മിറ്റിക്കും നേതൃത്വം കൊടുക്കുന്നവരല്ലേ പാർട്ടിയുടെ ചുമതലക്കാർ, അവരല്ലേ ഉത്തരവാദികൾ.
അപ്പോൾ പാർട്ടിക്കാണ് തെറ്റുപറ്റിയത്, ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനോട് യോജിക്കാൻ കഴിയുക? ഗോവിന്ദൻ പറയുന്നു പാർട്ടിക്കാണ് തെറ്റുപറ്റിയത്, എനിക്കല്ല. അപ്പോൾ ഗോവിന്ദൻ ആരാ? ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? അപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റിയെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തെറ്റുപറ്റിയെന്നല്ലേ എൻ്റെ അർത്ഥം? ഗോവിന്ദനല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറഞ്ഞ തെറ്റുകൾ മുഴുവൻ ചെയ്തത്? സ്വന്തം ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്, പത്മകുമാറിനെ ന്യായീകരിച്ചത്, ശബരിമല കൊള്ളയിൽ പാർട്ടി നേതാക്കന്മാരെ ന്യായീകരിച്ചത്, വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധം ന്യായീകരിച്ചത്, പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ന്യായീകരിച്ചത്, ഇതെല്ലാം തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദനല്ലേ? അപ്പോൾ പാർട്ടിക്ക് പറ്റിയ തെറ്റ് ഗോവിന്ദന് പറ്റിയ തെറ്റല്ലേ സുഹൃത്തുക്കളെ? അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പാർട്ടി അണികളുടെ വികാരം തെല്ലും പരിഗണിക്കാതെ തങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, പാർട്ടിക്കാണ് തെറ്റ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ ലജ്ജ പോലും ഇല്ലാത്ത ഈ പാർട്ടിയുടെ നേതൃത്വം. എന്താ പറയുന്നത്? എന്താ വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതിലും ശബരിമല അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതിലും ശബരിമല കൊള്ളയിൽ അറസ്റ്റിലായ പാർട്ടി നേതാവ് പത്മകുമാറിനെതിരെ ആദ്യം അച്ചടക്കത്തിനും അടിച്ചതും CPM തെറ്റ് ഏറ്റുപറഞ്ഞു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഇതിൽ ജില്ലാ കമ്മിറ്റി തീരുമാനം അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്നും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗം പറഞ്ഞു. ആലോചിച്ച് നോക്ക്. അതേസമയം വ്യക്തിപരമായി തനിക്കോ പിണറായി വിജയനോ വീഴ്ചയില്ലെന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് MV ഗോവിന്ദൻ ന്യായീകരിച്ചു. കൂട്ടായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പ്രവർത്തിച്ചത്. തിരിച്ചടി വ്യക്തിയുടെ കുഴപ്പം കൊണ്ടെന്ന ആഖ്യാനം പാർട്ടി അംഗീകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. കീഴ്ഘടകങ്ങൾ പിണറായിക്കും ഗോവിന്ദനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് നേതൃത്വം ഒഴിവാക്കിയെന്ന് ആണ് വിവരം പുറത്തു വരുന്നത്. എന്ത് അധമമായിട്ടുള്ള, എന്ത് നീചമായിട്ടുള്ള സമീപനമാണ് ഈ പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. തെറ്റ് ചെയ്തത് മുഴുവൻ ഈ പാർട്ടി നേതൃത്വമല്ലേ? തെറ്റിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനും MV ഗോവിന്ദനുമല്ലേ? പിണറായി വിജയൻ്റെ തെറ്റായ നടപടികളല്ലേ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനകത്ത് പാർട്ടിയെ കൊണ്ടുവന്ന് ചാടിച്ചത്? MV ഗോവിന്ദൻ്റെ തെറ്റായിട്ടുള്ള സമീപനങ്ങളല്ലേ ഈ പാർട്ടി നേതൃത്വത്തിനെ ഈ വലിയ പടുകുഴിയിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചത്? അതെല്ലാം ചെയ്ത് ഈ പാർട്ടിക്ക് വലിയൊരു പരാജയം സമ്മാനിച്ചതിന് ശേഷം തങ്ങൾക്കല്ല ഉത്തരവാദിത്വം, പാർട്ടിക്കാണെന്ന് പറയുന്ന ഇവരോട് എന്താണ് നമുക്ക് മറുപടി പറയാൻ കഴിയുക സുഹൃത്തുക്കളെ? ഏറ്റവും വലിയ തെറ്റുതിരുത്തൽ നടത്തുന്ന പാർട്ടിയാണ് CPM എന്നാണ് വാദം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ പാർട്ടിയിൽ നടന്ന അച്ചടക്ക നടപടികളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ PC ജോഷിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട്. SA ഡാങ്കയ്ക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട്. പാർട്ടി രൂപീകരിച്ചതിന് ശേഷം പാർട്ടിയുടെ സമുന്നത നേതാവായിട്ടുള്ള BT രണദിവയ്ക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ എക്കാലത്തെയും അതുല്യ നേതാവായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. EK നയനാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. VS അച്യുതാനന്ദനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. KN രവീന്ദ്രനാഥിനെതിരെയും MM ലോറൻസിനെതിരെയും O ഭരതനെതിരെയും ഒക്കെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തിനാ? പാർട്ടി തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ സുഹൃത്തുക്കളെ? കേരളത്തിലെ CPMൻ്റെ ഏറ്റവും അതുല്യ നേതാവായിരുന്ന VS അച്യുതാനന്ദനെതിരെ 2010 പാർട്ടി നടപടി ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് മരിക്കുന്നതിന് വരെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിഞ്ഞിരുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ചു. ഇതെല്ലാം പാർട്ടി തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായി എടുത്ത അച്ചടക്ക നടപടികളല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ അച്ചടക്ക നടപടിയെടുത്ത് തെറ്റുതിരുത്തി തന്നെയല്ലേ ഈ പാർട്ടി ഇപ്പോൾ അധികാരത്തിൽ വന്നത്, ഈ നിലയിലേക്ക് വന്നത്? ഇപ്പോൾ എന്താ പറയുന്നത്? തെറ്റ് പറ്റിയപ്പോൾ എല്ലാവർക്കും തെറ്റുപറ്റി എന്നാണ് തെറ്റിച്ചവർ പറയുന്നത് എന്നാണ് ഇപ്പം പാർട്ടി അണികൾ പറയുന്നത്. അതായത് തെറ്റിയപ്പോൾ എല്ലാവർക്കും തെറ്റിയെന്ന് ആരാ പറയുന്നത്? തെറ്റിച്ചവർ, തെറ്റ് ചെയ്തവർ, തെറ്റിന് നേതൃത്വം കൊടുത്തവർ, പാർട്ടിയെ തെറ്റിലേക്ക് നയിച്ചവർ ഞെളിഞ്ഞിരുന്ന് പറയുകയാണ് തെറ്റിയപ്പോൾ എല്ലാവർക്കും തെറ്റിയെന്ന്. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ പാർട്ടിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത്യസാധാരണമായിട്ടുള്ള ആശയ സംഘടനവും ധ്രുവീകരണവുമാണ്. ഇങ്ങനെ ഒരു ആശയ സംഘടനവും ധ്രുവീകരണവും ഈ പാർട്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ധ്രുവീകരണങ്ങളിലെല്ലാം രണ്ട് തരം ആശയങ്ങൾ, ആ രണ്ട് തരത്തിലുള്ള ആശയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രൊപ്പൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ഭാഗത്തും രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു. CITUവും VSും തമ്മിലുള്ള തർക്കത്തിൻ്റെ സമയത്ത് CITUവിന് നേതൃത്വം കൊടുത്തുകൊണ്ട് E ബാലാനന്ദനും അപ്പുറത്ത് VS അച്യുതാനന്ദനും ഉണ്ടായിരുന്നു. പിന്നീട് VS അച്യുതാനന്ദൻ ഒരു ഭാഗത്തും പിണറായി വിജയൻ വേറൊരു ഭാഗത്തുമായിട്ട് ആശയ സംഘടന നടന്നു.
എന്നാൽ ഈ ആശയ സംഘടനത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു വശത്ത് നേതാക്കന്മാരില്ല, ഒരു വശത്ത് ലക്ഷക്കണക്കിന് അണികൾ. ആ ലക്ഷക്കണക്കിന് അണികളാണെന്ന് ശരിയെ പ്രതിനിധീകരിക്കുന്നത്. മറുഭാഗത്ത് തെറ്റിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ഒരു കൂട്ടം ഈ ജനവിരുദ്ധരും പാർട്ടി വിരുദ്ധരുമായിട്ടുള്ള നേതാക്കന്മാർ, വിജയനും ഗോവിന്ദനും പ്രഭൃതികളും. ഈ നിലയിലുള്ള വലിയൊരു ധ്രുവീകരണത്തിലേക്ക് ഈ പാർട്ടി ചെന്ന് വീണിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ ഇത് അത്യസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ പാർട്ടി തകർന്നടിഞ്ഞാൽ പോലും അത്ഭുതമില്ല എന്ന് പറയാനും എനിക്ക് മടിയില്ല. ആ നിലയിലേക്കാണ് ഈ പാർട്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഈ മുഖമില്ലാത്ത, പാർട്ടിക്ക് വേണ്ടി സെൽഫ്ലെസ്സായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അണികൾ ശരിക്കു വേണ്ടി പാർട്ടിയുടെ അടിത്തട്ടിൽ നിലകൊള്ളുമ്പോൾ, പോരാടുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ, അവർ രോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിനെല്ലാം അടിച്ചമർത്തി ഇല്ലാതാക്കി ഈ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും മുകളിൽ ഉടുമ്പിനെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്ന വിജയനും ഗോവിന്ദനും പ്രഭൃതികളും. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ ലക്ഷക്കണക്കിന് പാർട്ടി അണികളുണ്ടല്ലോ, പാർട്ടിയെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അണികൾ, അവർ അന്തിമ വിജയം നേടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്തിമ വിജയം നേടുമ്പോൾ ഈ പാർട്ടിയായിട്ട് നിലനിൽക്കുമോ തുടരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് പ്രവചിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു വലിയ വിമത വിപ്ലവത്തിന്, ഒരു വലിയ പ്രവർത്തക ചെറുത്തുനിൽപ്പിന്, മുന്നേറ്റത്തിന് ഇപ്പോൾ കേരളത്തിലെ CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഈ പ്രവർത്തക വിപ്ലവത്തിൻ്റെ മുനമ്പിലാണ് CPM എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുന്നുള്ളൂ.